Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.6 ക്വസ്റ്റ്യൻ നമ്പർ 10 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ dx ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് 1 into എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ dx എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുക. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. 1 ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെ? സോ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് 1 എന്ന് വെച്ചാൽ എക്സ് ആണ്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ദി ഹോൾ സ്ക്വയർ. അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയാ ചെയ്യുക? സോ ഫസ്റ്റ് നമ്മൾ പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഇസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഈ ഇന്റഗ്രൽ എന്താണ്? വലിയ ഇന്റഗ്രൽ. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്താണ്? നമുക്ക് ഇതാ കിട്ടിയത് അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു നമ്മുടെ ഇന്റഗ്രൽ കഴിഞ്ഞല്ലോ, സോറി. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? എക്സ് ആണ്. പിന്നെ ഡി എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്താണ്? ഇതിന്റെ ഉള്ളിൽ ഇന്റഗ്രേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. സോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ്? ഇന്റഗ്രേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ ഇതിനെ എങ്ങനെയാ ചെയ്യുക? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ 2നെ അങ്ങ് കോമൺ എടുക്കാം അടുത്ത സ്റ്റെപ്പിൽ. ദാറ്റ് ഇസ് ഈക്വൽ ടു sin inverse x the whole square into x minus 2 integral of sin inverse x divided by root of 1 minus x square into x dx എന്ന് നമുക്ക് എഴുതാം. ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്കൊരു I1 എന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി I1നെ മാറ്റി ചെയ്തിട്ട് നമുക്ക് തിരിച്ചിതിനകത്തിൽ കൊടുക്കാം. ഓക്കെ, സോ ഇതെന്താണ്? ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ് എന്നല്ലേ? ഓക്കെ, സോ ഇവിടെ നമ്മൾ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷനും ബാക്കി നമുക്ക് എന്താണ്? നമുക്ക് ഓൾജിബ്രയും ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മുടെ സൈൻ ഇൻവേഴ്സ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് into x by root of 1 minus x square dx എന്ന് മാറ്റി എഴുതാം. ഓക്കെ, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, മറ്റേത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. Okay, d by first into integral of second, first into integral of second x by root of 1 minus x square dx. First into integral of second minus integral of derivative of first. Sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by root of 1 minus x square minus integral of derivative of first into integral of second. Integral of second എന്ന് പറയുമ്പോൾ ചെറിയ ഇന്റഗ്രൽ x by root of 1 minus x square dx പിന്നെ ഒരു dx. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ കണ്ടോ? ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അതേ സംഭവമായിരിക്കും ഇതിന്റെ ഉള്ളിലത്തെ ആൻസറും. ഇതിന്റെ ആൻസർ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്യണം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ മാറ്റി നമുക്ക് ഇത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നമ്മൾ ഇതിനെ നമുക്ക് മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് എന്താണ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെ. പുട്ട് ടി ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, മൈനസ് 2x dx is equal to dt. So dx, x dx is equal to minus dt by 2 എന്ന് കിട്ടും അല്ലെ. So that is equal to integral of x dx is minus dt by 2. ഇതെന്ന് വെച്ചാൽ t ആണ്, root t. Okay, so this is equal to minus 1 by 2 into integral of t raised to minus 1 by 2 dt എന്ന് കിട്ടും അല്ലെ. റൂട്ടിന് നമുക്ക് ടി റേസ് ടു 1 by 2 എഴുതും, അത് മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1 by 2 എന്നുണ്ട് അല്ലെ. സോ ദാറ്റ് ഇസ് മൈനസ് 1 by 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 by 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 1 by 2 എന്ന് വരും അല്ലെ. സോ ടി റേസ് ടു 1 by 2 ഡിവൈഡ് ബൈ 1 by 2 പ്ലസ് സി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, 2 by 1 ഇൻറ്റു ഇവിടുത്തെ 1 by 2 ഞാൻ മുകളിൽ കൊണ്ടപ്പോൾ 2 by 1 ഇൻറ്റു ഒരു മൈനസ് 1 by 2 ഉണ്ട് ഇൻറ്റു ടി റേസ് ടു 1 by 2 പ്ലസ് സി. സോ ഈ 2 കൂടെ ക്യാൻസൽ ആയി. സോ നമുക്ക് ആൻസർ മൈനസ് ടി റേസ് ടു 1 by 2 പ്ലസ് സി, അതായത് റൂട്ട് ടി എന്ന് വരും അല്ലെ. സോ മൈനസ് ടി റേസ് ടു 1 by 2 നമുക്ക് എന്ത് എഴുതാം, മൈനസ് ടി റേസ് ടു 1 by 2 പ്ലസ് സി തന്നെ നമുക്ക് കിട്ടിയത്. സോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, t is equal to 1 minus x square ആണ്. സോ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് ഇതിന്റെ ആൻസർ. ഏത്, ഇതിന്റെ ആൻസർ. സോ ഇത് നമുക്ക് കിട്ടി, ഇതും നമുക്ക് കിട്ടി. രണ്ടിന്റെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് കിട്ടി അല്ലെ. സോ നമുക്ക് എന്താണ് അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ആദ്യം നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇതിന്റെ ആൻസർ എന്താണ്, ഒരു മൈനസ് ഉണ്ട്, ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സി എവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ വേറൊരു സി കൊടുക്കാം. ഓക്കെ, സോ അത് കിട്ടി. മൈനസ് ഒരു ഇന്റഗ്രൽ ഉണ്ട്, 1 by root of 1 minus x square ഉണ്ട് അതിന്റെ ഉള്ളില് ഇത്. പിന്നെ ഇതിന്റെ ആൻസർ സെയിം ആണ്, ഇൻറ്റു മൈനസ് ഇവിടെ കിടക്കട്ടെ, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, മൈനസ് 1 ഡി എക്സ്. ആ മൈനസ് അങ്ങ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് വരത്തില്ലേ, മൈനസ് കോമൺ എടുക്കും, നമുക്ക് അവിടെ പ്ലസ് വന്നു. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്. സോ പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഫുൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഇക്വേഷൻ നമ്പർ 1 becomes എങ്ങനെയാ വരിക, 1 is equal to sin inverse x the whole square, x into sin inverse x the whole square അതുപോലെ എഴുതി. ഓക്കെ, മൈനസ് 2 ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഫുൾ ആൻസർ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഇതെടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ലേ, നമ്മൾ ഇങ്ങനെ ആൻസർ ഇവിടെ വരെ നമുക്ക് എത്തി. ഓക്കെ, മൈനസ് 2 ഇൻറ്റു നമ്മുടെ ആൻസർ എന്താണ്, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, എല്ലാത്തിനും കൊണ്ട് പ്ലസ് സി. ഇത് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു x sin inverse x the whole square plus 2. ഓക്കെ, ഇത് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. sin inverse x root of 1 minus x square plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലസ് എക്സ് ആണ്, ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒരു സി ഇടാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു x sin inverse x the whole square, ഈ മൈനസ് 2 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം പ്ലസ് 2 sin inverse x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ
minus 2x plus c. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Integral of x cos inverse x divided by root of 1 minus x square dx. സോ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? സോ നമുക്ക് എങ്ങനെ എടുക്കാം? ദിസ് ക്യാൻ ബി written as integral of cos inverse x ന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ cos inverse x into ബാക്കി എന്തുണ്ട്? x by root of 1 minus x square ന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, dx. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഫസ്റ്റ് ഇൻടു integral of second integral of second minus integral of derivative of first. Derivative of cos inverse x എന്താണ്? minus 1 by root of 1 minus x square. Okay, minus integral of derivative of first into integral of second. ഇത് നമ്മുടെ വലിയ ഇന്റഗ്രൽ, നമ്മുടെ ചെറിയ ഇന്റഗ്രൽ. അതായത് ഇതിന്റെ ആൻസർ തന്നെയായിരിക്കും ഇവിടെ വരിക. x by root of 1 minus x square dx പിന്നെ ഒരു dx. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, അതെ, സെയിം ടൈപ്പ് ആണ്. ഇന്റഗ്രൽ ഓഫ്, അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു I1 എന്നോ അങ്ങനെ വല്ലതും കൊടുക്കാം. ഓക്കെ, സോ എന്താണ്? I1 is equal to integral of x by root of 1 minus x square dx. Okay, so ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Put 1 minus x square is equal to t minus 2x dx is equal to dt. So x dx is equal to minus dt by 2. So integral of minus dt by 2 root t അല്ലേ? So 1 by 2 minus 1 by 2 അല്ലേ? Integral of t raised to minus 1 by 2 dt. So that is equal to minus 1 by 2 into t raised to minus 1 by 2 plus 1 എന്ന് പറഞ്ഞാൽ t raised to 1 by 2 by 1 by 2 plus c1 എന്നോ അങ്ങനെ എല്ലാം കൊടുക്കാം. So this can be written as ഈ 1 by 2 മുകളിൽ പോയി ഈ 2 ഉം 2 ആയിട്ട് ക്യാൻസൽ ചെയ്തു. So minus t raised to 1 by 2 അല്ലേ? minus t raised to 1 by 2 plus c. t എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ t. So minus t raised to 1 by 2 നെ root t എന്ന് എഴുതാലോ. minus root of 1 minus x square plus c1. ഓക്കെ, സോ നമുക്ക് ഇതും കിട്ടി, ഇതും കിട്ടി. സോ നമുക്ക് ഇനി ഇതിന്റെ വാല്യൂ എടുത്ത് നമുക്ക് ഇക്വേഷനിൽ ഇടാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നിങ്ങൾ ഇട്ടു. സോ ദിസ് ഇസ് ഈക്വൽ ടു cos inverse x into minus root of 1 minus x square അല്ലേ? ഇതിന്റെ ആൻസർ മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഈ മൈനസിനെ ഞാനങ്ങ് പുറത്തെടുത്തു, 1 by root of 1 minus x square into ഇതിന്റെ ആൻസർ ആണ് ഇത്. അവിടെ വീണ്ടും ഒരു മൈനസ് വരും അല്ലേ? സോ ഇവിടെ വീണ്ടും മൈനസ് വന്നു. into root of 1 minus x square okay dx. So this is equal to മൈനസ് cos inverse x നമുക്ക് മൈനസ് അങ്ങ് ഇടാം. ഈ മൈനസ് നമുക്ക് വെളിയിൽ അങ്ങ് ഇടാം അല്ലേ? cos inverse x root of 1 minus x square മൈനസ് ഇതൊന്നും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ x. സോ മൈനസ് x പ്ലസ് c. എല്ലാത്തിനും കൂടെ നമുക്ക് ഒറ്റ c ഇടാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 12. Integral of x sec square x dx. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ I ലേറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ല വന്നിട്ടുള്ളത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. സോ ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രി വരുന്നത്. സോ ഈ ഓർഡർ കറക്റ്റ് ആണ്, ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? tan x അല്ലേ? ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ്
ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത് 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഇസ് ഇത് തന്നെയായിരിക്കും വരുന്നത് tan x dx. ഓക്കെ, സോ x tan x മൈനസ് ഇന്റഗ്രൽ ഓഫ് tan x എന്താണ്? ഇന്റഗ്രൽ ഓഫ് tan x dx is equal to log mod sec x plus c ആണ്. ഓക്കെ, സോ മൈനസ് log mod sec x പ്ലസ് സി. ഇവിടെ മൈനസിന് പകരം നമ്മൾ പ്ലസ് എഴുതുകയാണെങ്കിൽ, ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തോരും കോസ് വരും. ഓക്കെ, ഇവിടുത്തെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളിൽ കോസ് വരും, അതായത് 1/cos അല്ലേ സീക്ക്. ഓക്കെ, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.